നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോള് പോയിട്ട് വാ. അല്ലേലും നീ തന്നെ വിജയപത്മനെ സഹായിക്കണ്ടേ? എന്നാലേ എന്താണ് മനുഷ്യധർമ്മം എന്ന് അയാൾ മനസ്സിലാക്കൂ. ആരുടെയും സർട്ടിഫിക്കറ്റിന് വേണ്ടിയോ എന്റെ ക്യാരക്ടർ ബോധ്യപ്പെടുത്താനോ അല്ല അങ്കിൾ ഞാനിപ്പോ പോകുന്നത്. വലിയച്ഛനും വലിയമേ നിൽക്കുന്നത് ഇപ്പൊ വല്ലാത്തൊരവസ്ഥയില. അതെന്തുകൊണ്ടാണെന്ന് അവർക്ക് നല്ല ബോധമുണ്ട്. ഇവിടെ പോ ഞാനും കൂടി കൈവിട്ട അവര് തളർന്നു പോകും. നമ്മളൊക്കെ മനുഷ്യരല്ലേ? ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന സഹായമൊക്കെ ചെയ്യണം. അത് ആർക്ക് വേണ്ടിയാണെങ്കിലും. അങ്കിളെ ഞാൻ പോയിട്ട് വരാം. ആന്റി പോയിട്ട് വരാം. കണ്ടജേ, ഭാവനയ്ക്ക് പകരം ഭാവന മാത്രമേ കാണൂ. അല്ലെങ്കിൽ സ്വന്തം ജീവിതം നശിപ്പിക്കാൻ ഇറങ്ങിയ തെമ്മാടിക്ക് വേണ്ടി സഹായിക്കാൻ ഇറങ്ങില്ലല്ലോ. എനിക്കറിയാം, ഇപ്പോഴും നിന്റെ മനസ്സിൽ ഒരു 50% പോലും ഭാവനയ്ക്ക് സ്ഥാനമില്ല എന്നുള്ളത്. അത് ഭാവനയ്ക്കും അറിയായിരിക്കും. നിന്റെ അസുഖം മാറണമെങ്കിലേ മരുന്ന് മാത്രം കഴിച്ചതുകൊണ്ടോ യോഗ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടോ കാര്യമില്ല. മനസ്സുകൂടി ക്ലിയർ ആയിരിക്കണം. ആന്റി വാ, റൂമിലേക്ക് പോ. ഞാൻ വന്നോളാം, മോള് പൊയ്ക്കോ. സത്യം പറഞ്ഞ നിന്നെ എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഭാവനെ. ഏതൊക്കെ രീതിയിൽ നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാനും ജാനകിയും ദ്രോഹിച്ചിട്ടുണ്ട്. എന്നിട്ടും നിനക്കെന്താ ഞങ്ങളോട് ദേഷ്യമില്ലാത്തത്? വല്യച്ഛനും വല്യമ്മയും ചെയ്തതുപോലെ ഞാനും തിരിച്ചു ചെയ്യാൻ പോയാ പിന്നെ നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം വല്യച്ഛ? വല്യച്ഛനൊരാപത്ത് വന്നപ്പോ ഞാൻ ഓടി വന്നതും സഹായിച്ചതൊന്നും പഴയ കാര്യങ്ങൾ മറന്നിട്ടല്ല. എന്റെ ശരീരത്തിൽ ഓടുന്നത് വല്യച്ഛന്റെ സഹോദരന്റെ രക്തമാണെന്ന ഒറ്റ കാരണത്താല. എന്നും എന്റെ പതനം കാണണമെന്നുള്ള ഒറ്റ ലക്ഷ്യമായിരുന്നു വല്യച്ഛനും വല്യമ്മയ്ക്കും ഉണ്ടായിരുന്നത്. എന്തിന്? എനിക്ക് ആക്സിഡന്റ് ആയി കിടന്ന സമയത്ത് പോലും എന്നെ നിങ്ങൾ വെറുതെ വിട്ടിട്ടില്ല. അതേ ഭാവന, ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. എന്റെ മനസ്സിലപ്പോ വെറും വാശി മാത്രമായിരുന്നു. ഓരോ ദിവസവും പുലരുന്നത് പോലും എന്റെയും ജാനകിയുടെയും പ്ലാനുകൾക്ക് വേണ്ടിയായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ വളരെ വേദനയോട് തന്നെ ഞാൻ മറക്കാൻ ശ്രമിക്കുക. പഴയ കാര്യങ്ങൾ ചെയ്യാനും പകരം ചോദിക്കാനും ഒന്നും അല്ല ഞാനിപ്പോ വന്നത്. എന്നെക്കൊണ്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റിയ ചെയ്യണമെന്ന് കരുതി തന്നെയാണ് ഞാൻ വന്നത്. ഇനിയിപ്പോ എന്താ വല്യച്ഛന്റെ പ്ലാൻ? വാടക വീട്ടിലേക്ക് പോകാനാണോ? അതെ, അത് തന്നെയാ തീരുമാനം. അല്ലാതെ അവിടെ ഇനി ശരിയാവില്ല. ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് ആ ഉത്തമനും സരസും കൂടി പറഞ്ഞുണ്ടാക്കിയത്. എന്നാലും പല്ലവിയുടെ മുമ്പിൽ വെച്ചല്ലേ വല്യച്ഛനെയും വല്യമ്മയും അവരപമാനിച്ചത്? പോട്ടെ ഭാവന, ഞങ്ങൾക്ക് അത്രയും അത്യാവശ്യം തന്നെയാ. വല്ലപ്പോഴും തിരിച്ചും കിട്ടണമല്ലോ. കുറ്റബോധം നല്ലതാണ് വല്യച്ഛ, എന്നാലേ സ്വയം നന്നാവാൻ തോന്നൂ. എന്തായാലും മോനിയുടെ അച്ഛന്റെ അമ്മയുടെയും ബുദ്ധി കൊള്ളാം. തന്ത്രപൂർവം നിങ്ങളെ അവിടെ നിന്ന് ഒഴിവാക്കണം. വല്യച്ഛ, മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അവിടെ ഉണ്ടായിട്ടുണ്ടോ? പറ വല്യച്ഛ, വേറൊന്നിനും അല്ല, എനിക്കൊന്നും അറിഞ്ഞിരിക്കാണ്. ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റില്ല. സരസു ജാനകിയെ കൊണ്ട് വീട്ടു ജോലികളെല്ലാം ചെയ്യിച്ചിരുന്നു. നിലം വരെ തുടപ്പിക്കുമായിരുന്നു. ഒരു പേഷ്യന്റ് ആണെന്ന പരിഗണന പോലും ജാനകിക്ക് അവർ നൽകിയിരുന്നില്ല. അപ്പൊ വല്യച്ഛ, പല്ലവി അവിടെ ഇല്ലായിരുന്നോ? അവളും അവരുടെ ഭാഗത്തായിരുന്നു.
വലിച്ചൻ വിഷമിക്കണ്ട, എനിക്കെല്ലാം മനസ്സിലാവും. എന്തായാലും ഇനി മുതൽ വല്യച്ഛനും വല്യമ്മയും താമസിക്കാൻ പോകുന്നത് വല്യച്ഛൻ്റെ വീട്ടിലാ. അതെ വല്യച്ഛ, എന്താ വേണ്ടെന്ന് എനിക്കറിയാം. വല്യച്ഛൻ ഇപ്പൊ തന്നെ പോയി വല്യമ്മയും കൂട്ടി നേരെ വീട്ടിലേക്ക് വാ. ബാക്കിയൊക്കെ അവിടെ വന്നിട്ട് ഞാൻ പറയാം. അല്ല ഭാവനെ, ആ രാമഭദ്രൻ. ഞാൻ പറയുന്നൊന്നും ആദ്യം വല്യച്ഛൻ കേക്ക്. എന്തെങ്കിലും കാണാതെ ഞാനിങ്ങനെ പറയില്ലല്ലോ. പിന്നെ അവിടെ നിന്ന് വല്യമ്മയും കൊണ്ട് ഇറങ്ങുമ്പോൾ പല്ലവി ഉൾപ്പെടെ എല്ലാവരും കേൾക്കി തന്നെ വിളിച്ചു പറയണം സ്വന്തം വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന്. എന്താ വല്യച്ഛ, അങ്ങനെ പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, പക്ഷെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രാമഭദ്രനോടെ ഉള്ളപ്പോ എങ്ങനെയാ ഞങ്ങളും കൂടി താമസിക്കുന്നത്? വല്യച്ഛൻ ആദ്യം വല്യമ്മയും കൂട്ടി വാ, ഞാൻ അവിടെ ഉണ്ടാവും. ബാക്കിയൊക്കെ നമുക്ക് അവിടെ വെച്ച് തീരുമാനിക്കാം. പറ. നീയോ? നിനക്കെന്താ ഇവിടെ കാര്യം? ചോദിച്ചേട്ടില്ലേ? ഈ ചോദ്യം ഞാൻ അന്നേ ചോദിക്കേണ്ടതായിരുന്നു. പക്ഷെ യാഥാർത്ഥ്യം എന്താന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ. എന്ത് യാഥാർത്ഥ്യം? ദേ നോക്ക്, ഈ രാമോദ്രനെ നിനക്കറിയില്ല. അറിയണമെങ്കിലേ നിന്റെ വല്യച്ഛനോട് ചോദിക്ക്. വല്യച്ഛനോട് മാത്രമല്ല, ചോദിക്കേണ്ടവരോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അറിയിക്കേണ്ടവരൊക്കെ എന്നെ അറിയിച്ചിട്ടുണ്ട്. എന്താണീ നീ ഭീഷണിപ്പെടുത്തുവാണോ? എടി പൊടിന്നൊക്കെ വിളിച്ചോണ്ടല്ലോ, താ നേരെ ചൊവ്വ ഇവിടുന്ന് പോവില്ല, പറഞ്ഞേക്കാം. വിളിച്ചാ നീ എന്ത് ചെയ്യും? എന്നാ പിന്നെ താ ഒരിക്കൽ കൂടി വിളിക്കടാ, അപ്പൊ കാണാം ഞാൻ ആരാണെന്നും എനിക്കിവിടെ ചോദിക്കാൻ ആളുണ്ടോ എന്നും. അണ്ണാ വെറുതെ ഇവളോടൊന്നും ചോദിച്ച് സമയം കളയാതെ. അണ്ണൻ വാ, അവരൊക്കെ വരുമ്പോ ഇവിടെ എല്ലാം റെഡിയാവണ്ടേ? എന്ത് റെഡിയാക്കാനാ നിങ്ങൾ പോകുന്നേ? ഇവിടെ എന്താ ബാറാണോ നിങ്ങൾക്കൊക്കെ ആഘോഷിക്കാൻ? എന്താ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് വിചാരിച്ചോ? അണ്ണാ വിജയപത്നി ഒന്ന് വിളിക്കേ. അല്ല വെറുതെ എന്തിനാ ഇവളോട് സംസാരിക്കുന്നേ? ഇപ്പൊ കാണിച്ചു തരാം.